പെട്ടെന്നെങ്ങും മാഞ്ഞു പോകാത്ത ഒരു കൊലക്കേസിൻ്റെ കഥ പറയുകയാണെങ്കിൽ അത് ഷാരോൺ വധക്കേസാണ്. പഠിക്കാൻ മിടുക്കിയായ റാങ്കൊക്കെ വാങ്ങിയിട്ടുള്ള ഗ്രീഷ്മ എന്ന പെൺകുട്ടിയാണ് അതിലെ ഒന്നാം പ്രതി. ഗ്രീഷ്മയുടെ അമ്മ സന്ധ്യയും അതുപോലെ തന്നെ അവരുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരുമൊക്കെ പ്രതികളാണ് തെളിവുകൾ നശിപ്പിച്ചതിന്. ആ കേസിൻ്റെ വിചാരണ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ്റെ വാദമായിരുന്നു, സ്പെഷ്യൽ പ്രോസിക്യൂഷൻ്റെ വിസ്താരമായിരുന്നു. അപ്പോൾ അവർ വിസ്തരിച്ചത് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബ് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ഇന്നലെ AS ദീപയായിരുന്നു സെഷൻസ് കോടതിയിൽ ഇന്നലെ വിസ്താരം നേരിട്ടത്. അപ്പോൾ അവർ ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചു. അത് ഗ്രീഷ്മയെ കുരുക്കുന്ന ഡിജിറ്റൽ തെളിവുകളായി കോടതി സ്വീകരിക്കുകയും ചെയ്തു. ആ തെളിവുകൾ പറയാനാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്നെങ്ങും മറന്നുപോകാത്ത ഒരു കൊലക്കേസാണ് പാറശാല ഷാരോൺ വധക്കേസ്. 2022 ഒക്ടോബർ 14 ഷാരോണിന് ഗ്രീഷ്മ വിഷം നൽകുന്നത്. അവിടെ മുതൽ തുടങ്ങാം. അപ്പോൾ ഈ ഷാരോൺ വീട്ടിലേക്ക് പോകുന്നത്, ഷാരോണിനെ ഗ്രീഷ്മ ഫോണിൽ വിളിക്കുന്നു. ഇന്ന് വീട്ടിൽ ആരുമില്ല, നീ വീട്ടിലേക്ക് വരണം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഷാരോണിൻ്റെ ഒരു സുഹൃത്തുമൊത്ത് വീട്ടിലേക്ക് പോകുന്നു. റെജിൻ എന്നൊരു സുഹൃത്തുമൊത്ത് ഇവരുടെ വീട്ടിലേക്ക്, ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. ഈ ദൃശ്യങ്ങളിൽ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. ആ പെൺകുട്ടി ഗ്രീഷ്മയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ലാബ് അസിസ്റ്റന്റ് ഡയറക്ടർ ഈ ദൃശ്യങ്ങളാണ് കോടതിയിൽ സ്ക്രീനിൽ കാണിച്ചു കൊടുത്തു. ഇത് പിള്ളേർ പോകുന്നതാണ്. ഷാരോണും അയാളുടെ കൂട്ടുകാരനും ബൈക്കിൽ അവിടെ പോകുന്നു. അവിടെ ഗ്രീഷ്മ നിൽക്കുന്നു. ഷാരോണിനെ അവിടെ ഡ്രോപ്പ് ചെയ്ത ശേഷം കൂട്ടുകാരൻ തിരികെ വരുന്നു. ഇത് ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. കാരണം ഷാരോൺ അന്നേ ദിവസം ആ വീട്ടിൽ പോയിരുന്നു, ഗ്രീഷ്മയെ കണ്ടിരുന്നു എന്നതിന് തെളിവ്. അത് കഴിഞ്ഞിട്ട് ഈ ഷാരോൺ അവിടെ വരുന്നതിന് മുമ്പ് ഗ്രീഷ്മ എന്താണ് ചെയ്തത് എന്ന് ഗ്രീഷ്മയുടെ മൊബൈൽ ഫോണും അതൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി. ഗ്രീഷ്മ കഷായത്തിൽ ഒരു വിഷം കലർത്തിയിരുന്നു, കള്ളനാശിനി കലർത്തിയിരുന്നു. ആ കളനാശിനി എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് ഈ ഗ്രീഷ്മ ഇൻ്റർനെറ്റ് നോക്കി പരതുകയായിരുന്നു, വിക്കിപീഡിയയിൽ നിന്ന് പരതുകയായിരുന്നു. അത് ഷാരോൺ വരുന്നതിന് 3 മണിക്കൂർ മുന്നേ, അതായത് ഷാരോണിന് കഷായം കൊടുക്കുന്നതിന് 3 മണിക്കൂർ മുന്നെയാണ് ഈ സെർച്ച് നടത്തിയത്. അതിനും ഡിജിറ്റൽ തെളിവ് കൊടുത്തു. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട തെളിവ് വരുന്നത്, ഇവർ തൃപ്പരപ്പിൽ ലോഡ്ജ് മുറിയിൽ താമസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിന് ഗ്രീഷ്മയാണ് ഹോട്ടൽ തിരഞ്ഞെടുക്കുന്നത്. അതിന് സെർച്ച് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും ഇന്നലെ കോടതിയിൽ സ്ക്രീനിൽ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ദീപ കാണിച്ചു കൊടുത്തു. ഈ ഗ്രീഷ്മ മുറി എടുക്കുന്നത് എല്ലാം ഗ്രീഷ്മയുടെ പ്ലാനിങ് ആണ്. എന്നിട്ട് മറ്റൊരു കാര്യം, ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തിയല്ലോ. ആ ഫോട്ടോയൊക്കെ നമുക്ക് പരിചിതമാണ്. മാംഗോ ജ്യൂസൊക്കെ പിടിച്ച് നിൽക്കുന്നത്. എന്നിട്ട് ഈ ജ്യൂസിനകത്ത് അമിതമായി പാരസെറ്റമോൾ മിക്സ് ചെയ്തു. അതിനെക്കുറിച്ചും പഠിച്ചു. പാരസെറ്റമോൾ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, എങ്ങനെയൊക്കെ അത് പ്രതിപ്രവർത്തനം ചെയ്യുമെന്ന് ഗ്രീഷ്മ പഠിച്ചിരുന്നു. എന്നിട്ടാണ് ഈ കാമുകനെ എന്ത് ചെയ്യുന്നത്, ഈ ജ്യൂസ് കുടിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്ക്, എന്തൊരു കുബുദ്ധിയാണെന്ന്. പഠിക്കാൻ മിടുക്കിയാണെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥ സർട്ടിഫിക്കറ്റ് കൊടുത്ത കാര്യമൊക്കെ നമുക്കറിയാം. ഷാരോൺ എന്ന കാമുകനെ ഒഴിവാക്കി ഒരു സൈനികനെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഈ ഗ്രീഷ്മ ഇത്രയും നാടകങ്ങൾ കളിച്ചതെന്ന് നമുക്കറിയാം. പക്ഷേ ആ നാടകങ്ങൾ കളിച്ചതിന് തെളിവ് ഹാജരാക്കുമ്പോൾ ഇങ്ങനെ കൃത്യമായി നൽകണം. അതുകൊണ്ടാണ് ഈ ഡിജിറ്റൽ തെളിവുകൾ നിർണായകമാകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ പെൺകുട്ടി ഇയാൾക്ക് വിഷം കൊടുത്തു. വിഷം കൊടുത്തതിന് ശേഷം ഈ ഷാരോൺ ഇവളെ വിളിക്കുന്നുണ്ട്, എനിക്കിങ്ങനെ ചില ശാരീരിക അസ്വസ്ഥതകൾ തോന്നുന്നു, എന്തായിരിക്കും സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ പറഞ്ഞത് എന്താണ്, അത് നീ കുടിച്ചില്ലേ, കഷായത്തിൻ്റെ കയ്പ് മാറാൻ കുടിച്ചില്ലേ ജ്യൂസ്, അതൊരു പക്ഷേ പഴയതായിരിക്കാം, അതായിരിക്കാം, നീ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു ഗുളിക വാങ്ങൂ. ആ ചാറ്റിൻ്റെ റെക്കോർഡ്, അവൾ ചാറ്റ് ചെയ്തിരിക്കുന്നത്, സോറി പറയുന്നത്, ഇതൊക്കെ നമ്മൾ ആ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞ് കണ്ടതാണ്. ഇക്കുറിത അത് പരസ്യമായി വരികയാണ്, അത് തെളിവായി വരികയാണ്. ആ തെളിവുകൾ നിർണായകമാണ്. അതുകൊണ്ട് ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി അന്വേഷണ ഉദ്യോഗസ്ഥൻ P. ജോൺസൺ, അദ്ദേഹത്തിൻ്റെ നിർണായകമായ ഇടപെടലിലാണ് ഈ പെൺകുട്ടി കുരുങ്ങിപ്പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കൃത്യമായ ചോദ്യങ്ങളിലാണ് ഈ പെൺകുട്ടി കുരുങ്ങുന്നത്. അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഈസിയായിട്ട് രക്ഷപ്പെട്ടു പോയേനെ. കാരണം മരണമൊഴിയില്ല. ഷാരോൺ മരിക്കുമ്പോൾ പോലും ഈ പെൺകുട്ടിയെ സംശയിച്ചിട്ടില്ല. അവൾ എന്നെ ചതിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരോട്. അതുകൊണ്ട് ഈ പെൺകുട്ടി രക്ഷപ്പെട്ടു പോയേനെ. പക്ഷേ DYSP ജോൺസൺ വന്നിട്ട് ഒന്നോ രണ്ടോ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഗ്രീഷ്മ തത്ത പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അകത്തായത്. ഇപ്പോൾ ഈ ഡിജിറ്റൽ തെളിവുകളൊക്കെ നൽകുമ്പോൾ തന്നെ ഈ ഷാരോൺ വധക്കേസിലെ ഗ്രീഷ്മ എന്ന പ്രതിക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കും. തിങ്കളാഴ്ച DYSP ജോൺസന്റെ വിസ്താരമായിരിക്കും കോടതിയിൽ നടക്കുക.